മണി 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 പണം പണമില്ലാതെ ഒരു പരിപാടി നടക്കൂല. പണമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പണം സമ്പാദിക്കണം. എങ്ങനെ സമ്പാദിക്കണം? അന്തസ്സായിട്ട്, നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് സമ്പാദിക്കണം. അല്ലാതെ ഒരു മാതിരി നാണം കെട്ട പരിപാടി കാണിക്കാൻ നിൽക്കരുത്. അല്ലേ? നാണം കെട്ട പരിപാടി കാണിക്കാവോ? നാണം കെട്ട പരിപാടി കാണിക്കരുത്. കണ്ണിക്കണ്ട ആളുകളെ പറ്റിച്ചോണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ കണ്ണിക്കണ്ട ആളുകളെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയാലും ആ ഉണ്ടാക്കിയതിൽ നിന്ന് അവനവൻ്റെ പരിപാടികളൊക്കെ ചിലപ്പോൾ നടന്നു പോവുകയായിരിക്കും സ്മൂത്തായിട്ട്. പക്ഷേ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനമില്ലേ, എന്ത് സെൽഫ് റെസ്പെക്റ്റ് അല്ലേ? അതെന്താന്ന് പോലും പലർക്കും അറിയുന്ന പോലും ഉണ്ടാവില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ട ആളുകളെ പറ്റിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു തരികയാണ്. അയ്യോ, നിങ്ങൾക്കല്ലാട്ടോ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ദിയ കൃഷ്ണനെ പറ്റിച്ചല്ലോ 3 കൂടിയിട്ട്. അവരോടും അവരെ പോലുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അത് വേണം, കുറച്ച് വേണം. മനുഷ്യന്മാരല്ലേ, കുറച്ചാവാം, മോശമൊന്നുമില്ല, കുറച്ചാവാം, അത് വേണം. അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. മനസ്സിലായില്ല? ആത്മാർത്ഥമായ ഒരു സുഖവും ഒരു 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 പുഷ്ടിയൊക്കെ ഉണ്ടാവും മനസ്സിനും ശരീരത്തിനൊക്കെ. അത് വേറൊരു ഫീലാണ്. അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് ഈ പറ്റിച്ചാൽ ചിലപ്പോൾ ആ ഒരു സുഖം കിട്ടുമായിരിക്കും, പക്ഷെ അത് താൽക്കാലികമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറ്റിച്ചു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്ന അവസ്ഥ വരുന്ന സമയത്ത് അതോട് കൂടിയിട്ട് ഈ പറ്റിച്ചവർ നാറുകയും ചെയ്യും. അതോട് കൂടിയിട്ട് ഇതെങ്ങനെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതൊരു ഇൻട്രോ ആയിട്ട് പറഞ്ഞത് മാത്രം. കാര്യത്തിലേക്ക് വന്നോട്ടെ. അല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ 3 കൂടിയിട്ട് പറ്റിച്ചതും പോരാ. ഇതെന്ത് ഡയലോഗാണ്? നീയൊക്കെ മുക്കുവത്തികളല്ലേ? കൃഷ്ണകുമാറും ദിയയും ജാതീയമായി അധിക്ഷേപിച്ചെന്ന് മുൻ ജീവനക്കാർ. എന്താണ് മുൻ ജീവനക്കാരെ? മുൻ ജീവനക്കാരുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ജീവനക്കാരോടാണ്. അതെന്താ കൊണ്ട് ജാതിയൊക്കെ കൊണ്ടുവന്ന് കുത്തി കയറ്റി വിടുന്നത്? അത് ശരിയല്ലല്ലോ. അതെന്താ പരിപാടി? അവരിന്ന് പണം പറ്റിച്ചതും പോരാ, നാളില്ലാത്ത പരിപാടി കാണിച്ചതും പോരാ, എന്നിട്ട് ജാതി കുത്തി കയറ്റുന്ന എന്നിട്ടൊക്കെ എനിക്കത് അത് മോശമായി പോയി. അത് വളരെ 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 മോശമായി പോയി. പപ്പി ഷെയിം. ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. ഓരോ തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കുക, എന്നിട്ട് പണി കിട്ടും എന്നൊക്കെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ കേസൊക്കെ വരുന്ന സമയത്ത് തിരിച്ച് അങ്ങോട്ട് പറയാൻ ജാതിക്കാട് അങ്ങോട്ട് ഇറക്കുക. എന്നെ ജാതിപരമായി അധിക്ഷേപിച്ചേ. ആരാ ശരിക്കും പറഞ്ഞാൽ അധിക്ഷേപിച്ചത്? ശരിക്കും ഈ 3 ജീവനക്കാരായ ഇവര് തന്നെയല്ലേ ഈ ജാതിനെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിട്ട് അധിക്ഷേപിച്ചത്, അല്ലാതെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി അല്ല. പിന്നെ ജാതി അധിക്ഷേപം അവർ നടത്തിയോ ഇല്ലയോ എന്ന് നമ്മളെ ഒന്നും ബോധിപ്പിക്കണ്ട. സ്വയം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു കാര്യം. അതില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പറയണേ, ഒന്ന് ചിന്തിച്ച് നോക്കുക, ശരിക്ക് അതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണോ എന്ന്. പണവും പറ്റിച്ചു, നുണയും പറയണു. എന്തിനത്? എന്ത് പരിപാടിയാണ് ഈ ജീവനക്കാരൊക്കെ കൂടിയിട്ട് കാണിക്കണത്? കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ദിയ കൃഷ്ണയോടും കൃഷ്ണകുമാർ ഫാമിലിയോടും ഇവിടെ പൊതുവേ കുറേ ആളുകൾക്കൊന്നും വലിയ താല്പര്യമില്ല. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് പല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്, സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ട്രോളൊക്കെ വരാറുണ്ടല്ലോ. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരോട് വിയോജിപ്പുള്ള ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ന്യായമുണ്ട് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇടയിൽ കൂടെ കുറച്ചാളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവരെ ഈ ഒരു വിഷയത്തിൽ പോലും സപ്പോർട്ട് ചെയ്യാതെ ഇതിനും ചീത്ത വിളിക്കുന്ന ആളുകൾ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാണ്? ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോരുത്തർ പറയുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ
ദിയ കൃഷ്ണയുടെ ഭാഗത്താണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ആക്ച്വലി തോന്നുന്നത്, ജെനുവിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം എടോ, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ആദ്യം ഒന്ന് തുടങ്ങണ്ടേ? അത് തുടങ്ങാൻ എന്തോരം കഷ്ടപ്പാടുണ്ട്, എന്തിൻ്റെയൊക്കെ പുറകെ കഷ്ടപ്പെട്ട് ഓടണം. കഷ്ടപ്പെട്ട് അത്രയും ഓട്ടത്തിനൊക്കെ ശേഷം ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി ഒന്ന് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ സ്വന്തം സ്ഥാപനത്തിലുള്ള ആളുകൾ തന്നെ സ്ഥാപനത്തിൻ്റെ ഓർഡർക്ക് ഇട്ടിട്ട് പണി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആ ഓണർക്ക് വല്ലാത്തൊരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒരു 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 വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ഞാൻ 6 മിനിറ്റിൻ്റെ ഒരു ദിയ കൃഷ്ണ മറ്റേ ഇവരോട് ചീത്ത വിളിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ദിയ പറഞ്ഞത് മോശമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, ഇങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അങ്കിളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് വേറൊരു തരത്തിൽ പണിയൊക്കെ കിട്ടി. ഇപ്പോൾ അത് ഫൈനാൻഷ്യലി കിട്ടിയൊരു പണിയാണ്, അത് ചതിക്കപ്പെട്ടതാണ്. പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത്, നമുക്ക് കുറേ ലോസ് ഒക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഇതുകൊണ്ടുണ്ടായി എന്നുള്ളൊരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു നിമിഷം ബ്ലാങ്കായി പോകും. ആരാണോ പറ്റിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മളിങ്ങനെയൊക്കെ തീർക്കും, നമ്മൾ ചീത്ത വിളിക്കും, നമ്മൾ പറഞ്ഞു പോവും. ഇപ്പോൾ നോക്കുമ്പോൾ അത് വയലൻസ് അല്ലെങ്കിൽ അബ്യൂസീവ് ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള തൊലിഞ്ഞ പറ്റിക്കപ്പെടലുകളിൽ പോയി വീഴുന്ന സമയത്തെ ആ ഒരു സമയത്തുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലാവും. ദിയുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവരുടെ ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളത്. എന്താണ് ഈ QR കോഡിലൊക്കെ ഉള്ള തട്ടിപ്പ് പരിപാടിയൊക്കെ നടത്തുക, എന്ത് ഊള പരിപാടിയാണ്. ഒരു ജോലി കിട്ടുന്ന സമയത്ത് അത് മര്യാദയ്ക്ക് നടത്തിയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവുകയല്ലേ വേണ്ടത്, അല്ലാതെ പറ്റിക്കാനും നിൽക്കുക, കഷ്ടം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ അറിയില്ല. അപ്പോൾ ഒരുമാതിരി ഈ പണി കൊടുത്ത ആളുകളുടെ നെഞ്ചത്തേക്ക് കയറാനും അവർക്കിട്ട് പോസ്റ്റ് വിടാനും ഇതിനിവിടെ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന്. പല സ്ഥാപനങ്ങളിലും പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ QR തട്ടിപ്പ് നടക്കുന്ന പരിപാടി ഇത് ആദ്യമൊന്നുമല്ല. പലയിടത്തും ഈ തട്ടിപ്പും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, പലരും നടത്തുന്നുണ്ട്. അത് എംപ്ലോയീസും നടത്തുന്നുണ്ടാവും, അതല്ലാതെ തന്നെ നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ, അത് ബാക്കിയൊക്കെ തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. നമ്മളിതിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഒപ്പീനിയനാണ് പറയുന്നത്. ബാക്കി കേസൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് അങ്ങടും കേസ് കൊടുത്തിട്ടുണ്ട്, അവരിങ്ങടും കേസ് കൊടുത്തിട്ടുണ്ട്. അത് നടക്കട്ടെ, കോടതിയും തീരുമാനമൊക്കെ ആവട്ടെ. എന്തൊക്കെയാണെങ്കിലും ഇതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. എന്താണ് പറയുക, ഇതിൽ ന്യായം എന്താണെന്നുള്ളത് കോടതിയൊക്കെ തീരുമാനിച്ചിട്ട് അത് എന്താണോ കോടതിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പോട്ടെ. അയാളെ ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പം നമ്മൾ ദിയ കൃഷ്ണനാണോ, അവർ BJPക്കാരാണോ, കൃഷ്ണകുമാർ ഫാമിലിയാണോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. ചില പർട്ടിക്കുലർ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വിഷയത്തിൻ്റെ ന്യായം ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് അവരോട് വിരോധമുണ്ടോ, വിയോജിപ്പുണ്ടോ, അവരുടെ രാഷ്ട്രീയ പാർട്ടി ഏത് എന്നുള്ളത് ഒരു മാറ്ററാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെന്താണ്, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മറ്റേ 6 മിനിറ്റിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. ഒരു സുഖം, ഒരു രസം. എവിടെ അത് തുറന്നു പറഞ്ഞതാണ്, പറ്റിച്ചു കണ്ടാ, തുറന്നു പറഞ്ഞതാണ്. പോയിന്റ് അല്ലേ, പോയിന്റ് അല്ലേ, കട്ട് മോഷിച്ചിട്ടില്ല, പണിയെടുക്കുന്നവരുണ്ടായിരുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ
ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ, മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടഗ്രൗണ്ട് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാല് പോലെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അതല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നു. മണ്ണെണ്ണ എടുത്ത് വായി ചോദിച്ചുകൊണ്ടിരുന്നു. ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ടാണ് നിങ്ങൾ ഇറങ്ങി. അതെ, ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിട്ട് ഞാൻ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ കേട്ടാ സോറി ഒരു പി കൊറേ പി ഉണ്ട്. പി സോറിയാ സോറി ആർക്കും സോറി ആർക്ക് സോറി പറയണം? ആർക്ക് വേണ്ട സോറി? തന്നിട്ടല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലെ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫുൾ ഇമേജ് ഞാൻ പോലെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ ഞാൻ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിച്ചാൽ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? നിങ്ങളെ കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് അതിന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ദിവ്യ ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ഇതിനെ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? കണ്ടവന്റെ മുതല് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിട്ട് സത്യം പറയാന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചോണ്ടിരുന്നേ? ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പടിച്ച പൊട്ടിന് 50-നകത്ത് നീ പറഞ്ഞ നീ ഇനി 50-നകത്ത് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡിയോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂടുതൽ തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ് നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ദിവ്യ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ട് ഇതിനൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലോടി. എന്നിട്ട് പറയാ പങ്കിട്ടിരുന്ന ഒരൊറ്റ അടി വെച്ചില്ല. പങ്കിട്ടെന്ന് നീ പറഞ്ഞേ കേട്ടല്ല. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ. കേട്ടല്ലോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അത് ഞാൻ വിചാരിച്ചാൽ മതി. ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് ഇനി സ്റ്റേഷനിൽ തരാൻ പറ്റില്ലല്ലേ? കാര്യം എന്ത് ഊമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? ഊമ്പിപ്പിച്ചിട്ട് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? എന്റെ കാലങ്ങൾ കൊട്ടോടല്ലേ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലം ഇത് അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ല. മാറിയ കേസുകൾ കാല കൊട്ട കൊന്നോളെ ഞാൻ നിനക്ക് അറിഞ്ഞൂടാ. കേട്ടല്ലോ? അപ്പം ഇത് ഞാൻ വെറുതെ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും.
സംഗതി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ ചൂടായി സംസാരിച്ചതിനോടൊക്കെ ഇപ്പം എനിക്കറിയില്ല, കുറച്ച് ആളുകൾക്കൊക്കെ അവരെന്താ അങ്ങനെ അബ്യൂസീവായിട്ട് സംസാരിച്ചതെന്നൊക്കെ അത് ശരിയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ബട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ലടോ. അത് ചിലപ്പോൾ ആ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്തെ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മനസ്സിലായ അതൊക്കെ കൂടി അവർ എക്സ്പ്രസ് ചെയ്ത് വന്നപ്പോൾ അതിൽ അബ്യൂസീവായി അല്ലെങ്കിൽ കുറച്ച് വയലൻസോടുകൂടി സംസാരിച്ചതായിരിക്കും. അതിൽ ഫിസിക്കൽ അബ്യൂസിൻ്റെ കാര്യമൊന്നും പറഞ്ഞത് എനിക്കത് യോജിപ്പില്ല. പക്ഷെ അവരുടെ ആ ഒരു ഇമോഷനെ വേറെ വഴിയില്ല. അത് വേറെ അത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ, എന്തുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത് എന്നുള്ളത്. പിന്നെ വേറെന്താണ്, യുവതികൾ കുറ്റം സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ട് അത് നിങ്ങൾ കണ്ട? ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളം, യുവതികൾ കുറ്റമേൽ അയ്യോ സിന്ധു അല്ലല്ലോ. ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളം, യുവതികൾ കുറ്റമേൽക്കുന്ന ദൃശ്യം പുറത്തുവിട്ട് സിന്ധു കൃഷ്ണ, അതായത് അഹന കൃഷ്ണയുടെയും ഇഷാനി കൃഷ്ണയുടെയും ദിയ കൃഷ്ണയുടെയും മമ്മി പുറത്തു വിട്ടു. എന്തിൻ്റെ വീഡിയോ ക്ലിപ്പ്? ജീവനക്കാർ പറഞ്ഞതെല്ലാം, അതായത് മറ്റേ ഡയലോഗ് അടിച്ചല്ല, കാലത്തൊക്കെ ഇരുന്നിട്ട് മറ്റേ മൈക്കിൻ്റെ മുമ്പിൽ ദിയക്കെതിരെയും കൃഷ്ണകുമാറിൻ്റെ എതിരെയൊക്കെ കയറി ഭയങ്കര അടി അടിച്ചല്ലോ. കള്ളാണ് പറയുന്നത്, മനസ്സിലായ? യുവതികൾ കുറ്റമേൽക്കുന്ന ദൃശ്യമാണ് സിന്ധു കൃഷ്ണ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനമായി തോന്നണം. എന്താണെങ്കിലും ഇപ്പം ബാക്കിയൊക്കെ നിയമപരമായിട്ടൊക്കെ പോട്ടേന്ന്, നമ്മളെന്ത് സംസാരിക്കാനാണ്. സായി ബ്രോ എന്താ പറഞ്ഞിരിക്കണേ? സീക്രട്ട് ഏജന്റ് 3 വീഡിയോ കിട്ടുന്നല്ലോ. ഇതാണിയാ എംപ്ലോയി ഡ്രാമ. ഓക്കെ. തട്ടിപ്പ് സംബന്ധിച്ച് ജീവനക്കാർ ഓഗസ്റ്റ് മുതൽ പണം തട്ടിയതായി ജീവനക്കാർ സമ്മതിച്ചു. എല്ലാം കൂടി സമ്മതിച്ചു, വേറെ വഴിയില്ല സമ്മതിക്കാണ്ട്. ഓരോന്നൊക്കെ വന്നിട്ട് ജാതി അഭിഷേകം പറഞ്ഞിട്ട് അവർക്കെതിരെ തൊലിഞ്ഞ അലിഗേഷനും വെച്ച് പറ്റിക്കുകയും ചെയ്തിപ്പോൾ വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു സോഫയിൽ. 3 കൂടി ഇങ്ങനെ ഇരിക്കുന്നു സോഫയിൽ, ഇങ്ങനെ കുടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ആഗസ്റ്റ് മുതൽ പണം തട്ടിയതായിട്ട് ജീവനക്കാർ സമ്മതിച്ചു. അതായത് നേരത്തെ ചെയ്താൽ പോലും ഇത്ര കിടന്ന് മുക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന? അയ്യയ്യയ്യേ പശുപതി രമണ നയില്ലേപ്പോ. ഇതേ വേറൊരു സാധനം രാവിലെ വന്നത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. എന്താ കുട്ടി, ഇതൊക്കെ ആര് പറഞ്ഞു തന്നിട്ടാണ് മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഇതൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ വല്ല കള്ളത്തരമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കട്ടാ പുകയായിരിക്കും. നിയമപരമായിട്ടൊക്കെ നോക്കുമ്പോഴേ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. ദിയ ജാതീയമായി അധിക്ഷേപിച്ചു, പണം മാറ്റിയത് നികുതി പ്രശ്നം, ഇതൊക്കെ ഇവർ വെക്കുന്ന അലിഗേഷനാണ്, മനസ്സിലായ? അല്ലാണ്ട് അത് വേറെ പോലീസോ കോടതിയൊന്നും പറഞ്ഞ കാര്യമില്ല. ഇപ്പം നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ജീവനക്കാർ തന്നെ പറയുന്ന ആലിഗേഷൻസാണ്. പിന്നെ അവർ പറയുമല്ലോ ആലിഗേഷൻസ്, കാരണം അവർ പറ്റിച്ചു. അപ്പോൾ അവരുടെ സൈഡ് അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി അങ്ങനെയൊക്കെ പറയും, മനസ്സിലായ? ടാക്സ് തട്ടിപ്പിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ബൈ.